പഴശ്ശിയുടെ കാട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ശനിയാഴ്ച ഒരു ഒറ്റയാനിയിലെ വന്നു പോയായിരുന്നു. അതെയോ? ചക്ക ഇടാൻ ചക്കക്കൊമ്പനെ പോലെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാട്ടിലേക്കുള്ള ഒരു ട്രക്കിംഗ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പഴശ്ശിരാജയുടെ ഒളിത്താവളാണ് അപ്പോൾ നമ്മൾ കാണാൻ പോണത്. അങ്ങനെ നമ്മൾ നിലമ്പൂർ കഴിഞ്ഞിട്ട് കക്കാടംപോയിലേക്കുള്ള വഴിയിലാണ് കേട്ടോ. ഒരു അടിപൊളി പാലം കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ്. ആ പരാതി പ്രാവശ്യം നമുക്ക് തീർത്തേക്കാം. കുഞ്ഞാ കൊങ്ങനുണ്ടോ? കൊങ്ങനുണ്ടോ? എവിടെ? ആ അവിടെ ഉണ്ടോ? കൊറേ ഉണ്ടല്ലോ. അവിടെയൊക്കെ വെള്ളം ചാടി നോക്കിയേ. എവിടേക്കോ വെള്ളച്ചാട്ടങ്ങളുണ്ട്. എല്ലാതൊന്നും ടേസ്റ്റ് നോക്കണേ. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ യാത്രയുടെ തുടക്കം. ടിക്കറ്റ് എടുക്കണം. അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ. വെള്ളക്കുതിരേ കഴുതപ്പാല്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡും അത് കഴിഞ്ഞിട്ട് കാട്ടിലേക്കുള്ള ഒരു ട്രക്കിങ്ങും പഴശ്ശിരാജയുടെ ഒരു ഗുഹയൊക്കെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞത്. എന്തായാലും ഈ ഒരു ചാൻസ് നമ്മൾ മിസ് ചെയ്യണില്ല കേട്ടോ. നമ്മൾ ആദ്യം വെള്ളച്ചാട്ടം കണ്ടിട്ട് ട്രക്കിങ്ങിന് പോവാണ്. നമ്മൾ ഈ കാണാൻ പോണ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്നത് പന്തീരായിരം മലവാരത്തിലാണ്. ഈ കാടിനുള്ളിൽ കാണുന്ന അത്യാവശ്യം വന്യമൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കടുവയും കരടിയും പുലിയും എല്ലാം ഇതിനകത്തുണ്ട്. നോക്കി നടക്കട്ടാ. പാറെല്ലാം ഒഴിക്കലുണ്ടേ. ഐസ്ക്രീം പിടിച്ച് നടക്കുന്നവർ നടക്കട്ടെ. നിങ്ങൾക്ക് തന്നെ പരിപാടി ആയിരിക്കുമല്ലോ. എവിടെ ഐസ്ക്രീം കൊണ്ടാലും കഴിക്കണം. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മഴ ഉള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. നമുക്ക് പോകാനുള്ള ജീപ്പ് അപ്പോഴൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആകെ ഒരു ജീപ്പാണ് ഇപ്പോൾ ഇവിടെ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ടയറൊക്കെ കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് കഴിഞ്ഞു വന്നിട്ടുള്ളതാണ്. മോഡലാണ് നമ്മളിവിടെ 3 കിലോമീറ്റർ ടാർ റോഡ് പോകും. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കുറച്ച് കോൺക്രീറ്റ് റോഡ്, കുറച്ച് കുഴി റോഡ്, കുറച്ച് ഓഫ് റോഡൊക്കെ ആയിട്ട് അവിടെ. എന്നിട്ട് ഒരു 400 മീറ്റർ ഇപ്പുറത്ത് വണ്ടി നിൽക്കുള്ളൂ. എന്നിട്ട് വടിയും തൊപ്പിയും കോട്ടൊക്കെ ഇട്ടിട്ട് നടന്ന് നമ്മൾ കേവിൽ കയറിക്കണം. അപ്പൊ ആ കാടും കാടിന്റെ ഡിസൈൻസ് ഒക്കെ ആസ്വദിച്ച് അവിടെ എത്തും. കേവ് കണ്ടിട്ട് ആ കാട്ടിൽ കൂടി തന്നെ നടന്നു വന്നിട്ട് ആ പാറയിൽ നിന്ന് ഒലിച്ചു ചാടുന്ന വാട്ടർഫോൾ അതും കണ്ട് അടിപൊളിയായിട്ട്. എന്തായാലും നമ്മുടെ കൂടെ പറഞ്ഞ ചേട്ടൻ അടിപൊളി തന്നെയാണ് കേട്ടോ. പുള്ളി കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് പഴശ്ശിരാജ ഒളിപ്പോര് നടത്താനും അതുപോലെ തന്നെ ഒളിഞ്ഞ് താമസിച്ചിരുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോണത്. പോണ വഴിക്കുള്ള കാഴ്ചകളും അടിപൊളി തന്നെയാണ് കേട്ടോ. നമുക്കൊരു ചെറിയൊരു അരുവിയൊക്കെ മുറിച്ച് കടന്നിട്ട് വേണം ഈ കാട്ടിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്ത് അല്ലേ? ഒരു വടിയെടുത്തു എന്തെങ്കിലും
എടി കുട്ടീനെ കൊണ്ടുപോലും ഞാൻ എടുക്കണോ? ഇത്രയും ദൂരം നടക്കണ്ടേ കുറച്ച് നേരം? ഹായ്, എവിടെ? ഒരു സെൽഫി എടുത്തോടാ. അപ്പൊ നമ്മൾ കോഴിപ്പാറന്റെ ടിക്കറ്റ് എടുത്ത് ഓഫ് റോഡ് യാത്ര ചെയ്ത് ഇവിടെ വന്നിറങ്ങി പഴശ്ശിയുടെ ഗുഹ കാണുന്നതിന് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പ്. അതെ, ഓക്കെ. അപ്പൊ പോവാം. മുന്നേ പോട്ടെ. അത് കോട്ടിന് തൊപ്പി ഉണ്ടല്ലോടാ, പിന്നെന്താ. അമ്മ പതുക്കെ. അമ്മന്നല്ലേ. അതെല്ലേ. നമ്മള് ഗുഹ പിന്നെ എവിടെയാ പോവാനുള്ളേ? ഗുഹ പിന്നെ കാടിനകത്തൂടെ നടന്ന് പിന്നെ വാട്ടർഫോൾ. ആ ഓക്കെ. എടാ, ആനയെ കണ്ട എന്താ ചെയ്യാ? നിങ്ങളൊന്നും ചെയ്യണ്ട. അങ്ങനെയല്ല പറയണ്ട്, ഒരു ചെറിയ കല്ലെടുത്ത് എറിയുന്ന പറയണം. ചളി താഴുവേ, കാല് നോക്കി. ശരിയാ ശരി, അവർക്കതൊരു പഴശ്ശിയുടെ കാട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഓക്കേ, കാട് തുടങ്ങുകയില്ല ഇവിടുന്ന്. ക്ലൈമറ്റ് വന്ന് വടിയുടെ ഗുണം മനസ്സിലായോ? അതെ, സൗണ്ട്. ഇന്ന് ആനയുടെ ശൈലം വരുമ്പോ ഇവര് ട്രൈബൽസ് ടച്ചിങ്സ് ഒക്കെ എടുത്ത് ലൈവ് ചെയ്യും. ശരി. അപ്പൊ ആന കൂട്ടത്തോടെ വന്നാൽ കറണ്ട് അടിച്ചാൽ തിരിച്ചു പോകും. അതെ, ഒന്ന് പോയാൽ പുറകെ പോകും. പക്ഷെ ഒറ്റയാൻ വന്നാൽ പോവില്ല. അല്ലെങ്കിൽ പോസ്റ്റ് ചവിട്ടി ചായ്ക്കും, അല്ലെ മരം കൊണ്ടൊന്ന് അടിച്ചു പൊട്ടിക്കും, കയറും. കയറിയേ പോകും. കഴിഞ്ഞ ആഴ്ച ഒരു ഒറ്റയാനയിലെ വന്ന് പോയായിരുന്നു. അതെയോ? ചക്ക ഇടാൻ ചക്കക്കൊമ്പനെ പോലെ. നമ്മള് മൂന്നാറിൽ പോയാലേ വഴുക്കുണ്ട്. ആ, നീലക്കുറിഞ്ഞി വേണം. ഈ കാട്ടിൽ വന്നാല് കാണുന്നൊരു നല്ല ഫ്ലവർ ആണിത്. പക്ഷെ ഇത് 8 വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുക. ജയന്റ് ബലേറിയ എന്നാ അതിന്റെ പേര്. നല്ല കൊല കൊലയായിട്ട് ബ്ലൂ കളറിലുള്ള പൂവ. സ്റ്റൈലാണ്. ഈ നിൽക്കുന്ന ഫുള്ള് പൂക്കോപ്പം. കഴിഞ്ഞ വർഷം പൂത്തിട്ട് പിന്നെ അതിന്റെ സീഡ് വീണ് കിളുക്കുന്ന. ആ ലോങ് കാണുന്ന പച്ച ഇലയുള്ള പ്ലാന്റ് ആണ് ചണ്ണക്കുവ എന്ന് പറഞ്ഞാൽ പച്ച കളർ കരിമ്പ് പോലുള്ള. അത് ആനയുടെ ഫേവറേറ്റ് ഫുഡാണ്. ഇവിടെ ഏക്കർ കണക്കിന് ഏരിയയിൽ അതുണ്ട്. ആന ശല്യം, ആന വരണ തിന്നുന്നതിനാണ്. അത് ശേഷം തിന്ന് തീർക്കും, കാലിയാക്കിയിടും പറമ്പ്. പക്ഷേ അടുത്ത വർഷം മഴ വരുമ്പോ അതിന്റെ ഷൂട്ട് പിന്നെയും തീർക്കും. ഇഞ്ചി പോലൊരു സാധനം ഉണ്ടായില്ലേ, കോട്ട പിടിക്കണ. അയ്യോ,
നടക്കുന്ന വഴിക്ക് വരില്ലല്ലോ. അല്ല ഞാൻ വടി തന്നെ നമ്മളിങ്ങനെ കുത്തി കുത്തി പോകുമ്പോ അവരുണ്ടെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോ നമ്മൾ അവിടെ പോയി കേവ് ഒക്കെ കണ്ടിട്ട് ഇതിലെ വന്ന് ഇങ്ങനെ പോകും വാട്ടർഫോളിലേക്ക് കേട്ടോ. ഇങ്ങനെയാണ് വഴിയില്ലേ? ഇതാണ് ആനയുടെ ഫുഡ്. ഇതാണല്ലേ ആന. ചണ്ണക്കുവെന്ന് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോ പ്രസാദമൊക്കെ തരുന്ന. നല്ല കൂളിങ്. പഴശ്ശിയുടെ തന്ത്രം കാണാൻ. ഇവിടെ ഒത്തിരി സൈസ് ഫ്ലവേഴ്സ് ഉണ്ട്. സാറിപ്പോ വന്നപ്പോ ഒന്നും ഇല്ല കാണിച്ചു തരാം. ജയന്റ് മലേറിയ എന്ന് പറഞ്ഞൊരു, അല്ല ഇത് ലേഡി ഷൂ. ഒരു നാര് പോലെ തൂങ്ങിയിട്ട് പൂക്കും. അപ്പൊ പെണ്ണുങ്ങളുടെ ഷൂ പോലെ. അത് എന്റെ ഇമേജിലുണ്ട്, ഞാൻ കാണിച്ചു. പിന്നെ ജയന്റ് മലേറിയ ഉണ്ട്, പിന്നെ മജന്ത ഗോസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ ഫ്ലവറുകളുണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ഇത് നമ്മുടെ ഫോറസ്റ്റിന്റെ ബൗണ്ടറിയാണ്. ജണ്ട ഇതിവിടെ ഉണ്ട്. പാറ 1961 പാറ മാർക്ക് ചെയ്തൊരു സർവേ പോയിന്റ് ആയിരുന്നു. പാറയില് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഇത്ര മീറ്റർ ദൂരെ ഇത്ര ഡിഗ്രി ചായവിൽ അടുത്ത പാറയിലുണ്ടാകും. കല്ലും അളവും ആനത്താര, ആന വരുന്ന വഴിയാണ്. അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ഇങ്ങോട്ടാണ്. ശരി. കൊമ്പനി വഴിയാണോ വന്ന് പോയത് കേട്ടോ. അവൻ ചവിട്ടിയ പാടായി കാണും. അവന്റെ ചവിട്ടാ അങ്ങനെ ചവിട്ടി ചവിട്ടി അങ്ങനെ പോയി. വെയിറ്റ് പറഞ്ഞു. ഇവിടെ ഇറങ്ങുമ്പോൾ നോക്കണേ, തെന്നുവേ വടി കുത്തി തന്നെ പിടിക്കണം. ഞാൻ കുഴപ്പമില്ല, ഞാൻ നോക്കണം. ശരി, ഓക്കെ. നീരാളിപ്പാറ. ഇതാ വേറെണ്ണം വലുത്. മൊത്തം പാറിന്റെ മുകളിൽ കൂടെ നീങ്ങണേ. ഇത് ഏത് മരം? അത് ആലാണ്. ഇത് രണ്ടും വെറൈറ്റി ആലുകളാണ്. സാറേ ഇതിന്റെ പുറത്ത് കയറാൻ വേണേ, വാ ഫോട്ടോ എടുക്കണം. കയറി ഇവിടെ പിടിക്കുക, ഇവിടെ ചവിട്ടുക, അവിടെ പിടിക്കുക, അവിടെ പോയി നിൽക്കുക. അവിടെ ഒരു ബെഞ്ച് ഉണ്ട്, അവിടെ പോയി രണ്ടുപേരും കൂടി ഇരുന്നു. ഫോൺ എടുത്തോ, ഫോൺ എടുത്തോ. ഞാൻ പറഞ്ഞ പോലെ കാരണം വെയിറ്റ് കുറവാ. 5 കിലോമീറ്റർ ദൂരം ഉണ്ട് ഇത് ഡിസ്റ്റൻസ്. ഇവിടുന്ന് അങ്ങോട്ടാ? നമ്മള് വേനൽക്കാലം ആകുമ്പോ ആമ്പിള്ളേരൊക്കെ ഇറങ്ങി നടക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇറക്കുന്നില്ല, കാരണം കിങ് കോബ്ര പോലുള്ള സാധനങ്ങളാണ്. ഇത് അടിയിൽ കൂടി ഇതിന്റെ വെള്ളം കോഴിപ്പാറ എത്തും കേട്ടോ, അത്രയും ഗ്യാപ്പ്. വടി ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ഇട്ടല്ലോ. നിക്കല്ലേ, നമ്മൾ ലേറ്റ് ആക്കണ്ട. ഇരുട്ടായി കഴിഞ്ഞാൽ ഒരു സംഗതി നടക്കില്ല. അത് വെയിലോ. പുലിമടയോ? ഇതല്ലേ, അത് ഞാൻ പറഞ്ഞതേ. നമുക്ക് എവിടെ പുലിമട? ആ ഗ്യാപ്പ് ഇപ്പൊ സാധനം ഇല്ല കേട്ടോ. അവിടുന്ന് ഒഴിഞ്ഞു മാറി നമ്മളിങ്ങനെ ജനങ്ങൾ വന്ന് തുടങ്ങിയപ്പോലെ. നല്ല അടിപൊളി ഗുഹയിലാണല്ലേ. പിന്നെ ജസ്റ്റ് നേരെ ഒന്ന് തിരിഞ്ഞു നോക്കി, അതാണ് ടൈഗർ റോക്ക്. ടൈഗർ റോക്ക് അല്ലേ? 2018 ഫ്ലഡിന്റെ സമയത്ത് ആ കല്ലിന്ന് ഒരു കഷ്ണം പോകുന്നു കേട്ടോ. അത് കണ്ട ആ കറ അടിഭാഗം? അതെ അതെ, തുരുമ്പ് പോലെ ഒരു കറ മേലെ കണ്ടു തിരിഞ്ഞിരിക്കുന്ന കല്ലേൽ. നമ്മൾ അടുത്ത വർഷം അതിന്റെ മേലേക്ക് ട്രക്കിംഗ് ഉണ്ടാവും കേട്ടോ. അതെ അല്ലേ? അടുത്ത ഒരു വണ്ടിയും കൂടി ഉണ്ടാവും. അതാ മിസ്റ്റ് വരുന്നത്. ജീപ്പ് അങ്ങോട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നീക്കി സർക്കാർ കൊടുത്തിരിക്കുക. അംഗീകാരം കിട്ടിക്കഴിഞ്ഞാല് ഒരു വണ്ടിയും കൂടി ഉണ്ടാവും. അപ്പൊ അവിടെ നല്ല നിരപ്പായ സ്ഥലമാണ്. അവിടെ കയറി എത്താൻ അപ്പുറം കൂടി നമ്മളാ തുരങ്കപാത റോഡ് പറഞ്ഞില്ലേ, അതിലേ പോയിട്ട് വണ്ടിയോടെ അവിടെ JCB എത്തി ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട്. തെറ്റ് സ്ഥലം. നമ്മളാ ചണക്കു കണ്ടില്ലേ, ആനയുടെ ഫുഡ് കണ്ടില്ലേ, അവിടുന്ന് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും. ഇതാണ് പഴശ്ശിയിലെ ഗുഹ. അടിപൊളി. എടാ ശരത്ത്, ലൈറ്റ് അടിക്കണം കേട്ടോ. ലൈറ്റ് അടിക്കണേ. അങ്ങനെ നമ്മൾ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട്
പഴശ്ശിരാജയുടെ ഗുഹയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നൊന്നും ആരുടെയും കണ്ണുപെടാത്ത രീതിയിൽ ഒളിച്ചു താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു ഗുഹ. പഴശ്ശിയുടെ മെഡിറ്റേഷൻ സ്റ്റോൺ ആണ് ആ സ്ക്വയർ അതിന്റെ ഇവിടെ. സ്പെഷ്യാലിറ്റി കൂളിംഗ് ആണ് കേട്ടോ. തണുപ്പ് നല്ല തണുപ്പുണ്ട്. പിന്നെ ഏകാന്തമായൊരു സ്റ്റൈല്. വള്ളിപ്പടർപ്പന്നെ ഉള്ളൂ അതിൻ്റെ അടിയിൽ. അതാണ് ഈ ഗുഹയുടെ പിന്നിൽ രഹസ്യമായിട്ടുള്ള ഒരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ. അതിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇറങ്ങണ്ടേ, അത്രയാണ് പോവാം. അത് മതി. മറ്റേ ചപ്പിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. പറയാൻ പറ്റില്ല, കാല് പോകുന്ന കഴിഞ്ഞാല് ഈ ഭാഗത്തേക്ക് വരില്ലല്ലോ. കേറ്. അതിസാഹസികമായി ആ ബാഗിലുണ്ട്. അല്ല കൈമ കട്ട അടിച്ചിട്ട് കക്കാടംപൊയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടാത്ത ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ പഴശ്ശിരാജയുടെ ഗുഹ. അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം.